ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ നന്മപ്പൂക്കൾ എന്ന പാഠമാണ്. അന്ധയായ പെൺകുട്ടിയായിരുന്നു മെറി. അതായത് മെറിക്ക് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. അച്ഛനും അമ്മയ്ക്കും വൃദ്ധരായ മുത്തച്ഛനും മുത്തശ്ശിക്കും ഒപ്പം മനോഹരമായ കുഞ്ഞു വീട്ടിൽ വളരെ സന്തോഷത്തോടെയായിരുന്നു അവൾ കഴിഞ്ഞിരുന്നത്. അവിടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, മുത്തച്ഛനും മുത്തശ്ശിയും ഉണ്ടായിരുന്നു. വളരെ സന്തോഷമായിട്ട് മനോഹരമായ ഒരു കുഞ്ഞു വീട്ടിൽ അങ്ങനെ കഴിഞ്ഞു വരികയായിരുന്നു. കാഴ്ചയില്ലാത്തതിൻ്റെ വിഷമങ്ങളൊന്നും അവർ മെറിയെ അറിയിച്ചിരുന്നില്ല. ഒരു മലയുടെ കീഴിലുള്ള കുഞ്ഞു പട്ടണത്തിലായിരുന്നു അവരുടെ താമസം. അവർ താമസിച്ചിരുന്ന ഒരു മലയുടെ കീഴിലുള്ള ഒരു കുഞ്ഞു പട്ടണത്തിലായിരുന്നു. ഇടയ്ക്കിടെ അവരുടെ നാട്ടിലുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ഒരുപാട് നാശങ്ങൾ വിധിച്ചുകൊണ്ടാണ് എപ്പോഴും കടന്നു പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഭൂകമ്പം ഉണ്ടാകുമായിരുന്നു. ഭൂകമ്പത്തിൽ ഒരുപാട് നാശങ്ങളും ഉണ്ടാകുമായിരുന്നു. അന്നും പതിവ് പോലെ മെറിയുടെ അച്ഛനും അമ്മയും പട്ടണത്തിന് പുറത്തെ വലിയ നഗരത്തിലേക്ക് ജോലിക്കായി പുറപ്പെട്ടു. ഇവർ ദിവസവും ജോലിക്ക് പോകുമായിരുന്നു പട്ടണത്തിന് പുറത്ത്. ദുരന്തങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നു വരുന്നത്. അവർ നിന്ന നഗരം പൊടുന്നനെ പൊട്ടിപ്പിളർന്നു. പൊടുന്നനെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആ നഗരം പൊട്ടിപ്പിളർന്നു. കെട്ടിടങ്ങളെല്ലാം ചിന്നിച്ചത്. ആയിരക്കണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കടിയിലായി. കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്ക് അടിയിലായ ആളുകൾ. ഇവരുടെ അച്ഛനും അമ്മയും അതിൽ പെട്ടിരിക്കണം. അവർ പിന്നീട് ഒരിക്കലും വന്നതേയില്ല. അവരന്ന് പോയിട്ട് പിന്നെ തിരിച്ചു വന്നില്ല. താൻ കാഴ്ചയില്ലാത്തവളാണ് എന്ന യാഥാർത്ഥ്യം അപ്പോഴാണ് മെറിക്ക് ശരിക്കും മനസ്സിലായത്. മെറിക്ക് എപ്പോഴാണ് മനസ്സിലായത് തനിക്ക് കാഴ്ചയില്ലെന്നുള്ള സത്യം. മാത്രമല്ല, വൃദ്ധരായ മുത്തച്ഛനെയും മുത്തശ്ശിയെയും സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി ആ കുഞ്ഞിലായി. മുത്തച്ഛനെയും മുത്തശ്ശിയെയും കൂടി സംരക്ഷിക്കേണ്ടി വന്ന മെറിക്ക് പുതിയ സ്കൂൾ വർഷം പിറന്നു. മെറിയെ കൂട്ടിക്കൊണ്ടുപോകാൻ അവരുടെ കൂട്ടുകാരികളെത്തി. പുതിയ സ്കൂൾ വർഷമായി. അടുത്ത വർഷം ജൂൺ 1 കൂട്ടിക്കൊണ്ടുപോകാൻ കൂട്ടുകാരികൾ വന്നു. തെരുവോരത്തിരുന്ന് ഷൂ വൃത്തിയാക്കി കൊടുക്കുകയായിരുന്നു. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്ന? തെരുവോരത്തിരുന്ന് ഷൂ വൃത്തിയാക്കിയായിരുന്നു. അവളുടെ മുന്നിൽ ഷൂ പോളിഷ് ചെയ്യാനായി നിൽക്കുന്നവരുടെ വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു. തണുപ്പ് കാലത്ത് മുത്തശ്ശിക്കുമായി ചൂടുകുപ്പായം വാങ്ങിച്ചു കൊടുക്കണം. തണുപ്പ് കാലത്ത് അവർക്കിടാൻ ചൂടുകുപ്പായം വാങ്ങിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഈ തണുപ്പിൽ അവർ മരവിച്ച് മരിച്ചു പോകും. മെറിക്ക് അധ്വാനിച്ചേ തീരൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.